കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 34 ഗോകുലം കേരള FC നേരിടുന്നു മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമിയെ. ഇരു ടീമുകളുടെയും 5ാം മത്സരമാണ് ഇന്നേ ദിവസം നടക്കാൻ പോകുന്നത്. ഗോകുലം കേരള FCയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. ചെറിയ രീതിയിൽ റഫായി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. വാസിം പന്ത് പിടിച്ചെടുത്തുകൊണ്ട് ഇട്ടത് വിങ്ങിൽ കൂടി നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് അവിടെ നടത്തുകയാണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമിയുടെ അബിൻ രാജു. ആൻഡ് ഒരു കോർണർ കിക്ക് കൂടി നേടിയെടുക്കുകയാണ് അബിൻ രാജു വഴി മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമി. വൺ ടച്ച് പാസ് കളിക്കാനുള്ള ശ്രമം. ആൻഡ് ബാസിദ് ഇത്തവണയും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഗോകുലം കേരള FCയുടെ പാസിംഗ് ഒക്കെ പോകുന്നത്. ആൻഡ് വാസിമിലേക്ക് വാസിം വലത് വിങ്ങിൽ കൂടി വാസിം ആൻഡ് ക്രോസ് ബാർ വില്ലനാകുന്നു ഗോകുലം കേരള FCയുടെ മുന്നിൽ. രക്ഷപ്പെടുകയാണ് ഇത്തവണ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമി. എവിടെയാണ് ഡിഫൻഡേഴ്സൊക്കെ നിൽക്കുന്നതെന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ചെറിയ രീതിയിലൊരു ടച്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെടുന്നതും ഈ ഒരു അവസരത്തിൽ. ആയിരുന്നില്ല, നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ നമുക്കവിടെ കാണാമായിരുന്നു. ആൻഡ് അമലിലേക്ക്, അവിടെ നിന്ന് ഷിജിനിലേക്ക്. ആൻഡ് ഷിജിൻ്റെ ഒരു ഷോട്ട്. ഇത്തവണ ഗോൾ കീപ്പർ വീണ് കിടന്ന് പന്ത് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അപകടം ഒഴിവാക്കുകയാണ്. നോക്കുക, ഷിജിൻ്റെ നല്ലൊരു ഷോട്ടാണ്. കഴിഞ്ഞ മത്സരത്തിലെ സ്കോറും കൂടെയാണ്. മൈതാനത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ഷിജിനിലേക്ക്. ഷിജിൻ ഒരു 1 vs 1 സിറ്റുവേഷൻ. അതെങ്ങനെയാണ് പാഴാക്കി കളയുകയാണ് ഷിജിൻ. അങ്ങനെ തന്നെ പറയണം ഈ ഒരു അവസരത്തിൽ. ഒന്നാം പകുതിയുടെ വിസിൽ വന്നിരിക്കുകയാണ്. സാധിച്ചു. ഒരുപാട് അവസരങ്ങൾ നേടിയെടുക്കാനും ഇരു ടീമുകൾക്കും സാധിച്ചു. ആൻഡ് ഹാഫ് ടൈം സ്കോർ ഗോകുലം കേരള FC 0, മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി 0. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ ടച്ചോടുകൂടി 2ാം പകുതി ആരംഭിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനാകാതെ ഗോൾ രഹിത സമനിലയിൽ മത്സരം അവസാനിക്കുകയായിരുന്നു. കളിക്കാരിൽ ഒരാളാണ് ബിബിൻ. അവിടെ നേരെ ജംഷീദ് അലി. ഇത്തവണയും നവീന് പന്ത് റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് മുൻപ് തന്നെ ഗോൾ കീപ്പർ മുന്നിലോട്ട് വന്ന് അപകടം ഒഴിവാക്കുകയാണ്. നോക്കുക, ഒരു പക്ഷേ ഒരു ചെറിയ വ്യത്യാസത്തിലെങ്കിലും സ്ലോ ആയിരുന്നെങ്കിൽ ബോൾ ഈസിയായിട്ട് കളിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്നു നവീന്. മുത്തൂറ്റ് അക്കാദമി താരം കൂടിയാണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു ഒരു താരത്തെ പറ്റി. അതിൻ്റെ ലോങ് ഷോട്ടാണ് ഇത്തവണ. ബ്യൂട്ടിഫുൾ ലോങ് ട്രൈ ആയിരുന്നു. ഒരു കോർണർ കിക്ക് നേടിയെടുക്കുകയാണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. അബിത്തിൻ്റെ ഒരു പവർഫുൾ ഷോട്ടാണ് അവിടെ. നോക്ക്, എത്ര ദൂരത്തു നിന്നാണ് അബിത്ത് ആ ഒരു ഷോട്ട് എടുത്തതെന്ന്. സോ ഒരു കോർണർ കിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിക്ക്. മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഗോകുലം കേരള FCയുടെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നവീനിലേക്ക് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി താരം നവീൻ്റെ ഒരു ക്രോസ് വരുന്നു. ചെറിയ രീതിയിൽ പുറത്തേക്ക് പോവുകയാണ് പന്ത്. ഗോൾ കിക്കായി മാത്രം മാറുന്നു. മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി താരം കൂടിയാണ് നവീൻ. അവസാന നിമിഷം നല്ലൊരു ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. ഇരു ടീമിലും ഗോൾ നേടാൻ സാധിക്കുന്നില്ല. ഓരോ പോയിൻ്റ് വീതം നേടിക്കൊണ്ട് ഇവിടെ പിരിയുകയാണ് ഗോകുലം കേരള FCയും മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയും. ഫുൾ ടൈം സ്കോർ ഗോകുലം കേരള FC 0, മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി 0.